വളരെ കാലം അമ്മയുടെ ഭക്തോത്തമനായിട്ട് കഴിഞ്ഞിരുന്ന, ആശ്രിതനായി കഴിഞ്ഞിരുന്ന ഒരു മഹാഗംഭീരൻ ഉണ്ടായിരുന്നു, ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്. നൂലുപോലെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. ശാരദാദേവിയെ സേവിച്ചു കൂടണമെന്ന് മോഹമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത്. കൽക്കട്ടയിലും രാമകൃഷ്ണാശ്രമത്തിലൊക്കെ പോയെങ്കിലും ശാരദാദേവിയെ കാണാൻ അദ്ദേഹത്തിന് ജീവിതത്തിൽ തരായില്ല. അദ്ദേഹം അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം പറഞ്ഞ വാക്കുകളാണ് നേരിട്ട്. ആ ശാരദാദേവിയെ കാണാൻ കിട്ടാത്ത വേദനയിൽ അദ്ദേഹം പറയണു, എനിക്ക് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ആ അമ്മ ശാരദാദേവി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ്. എനിക്ക് ഈ അമ്മ ശാരദാമണിയാണ് എൻ്റെ, ശാരദാദേവിയാണ് എൻ്റെ. പോരാ, അദ്ദേഹം ഏതോ ഒരു കാലത്ത് എഴുതിയൊരു കവിതയുണ്ട്, എല്ലാവർക്കും അറിയാതെ. ആനാമാമ്പതൻ ശീതളാംഗത്തിൽ സാനന്ദം എന്നുറങ്ങും ഞാൻ. എന്നാ എനിക്കത് സാധിക്കുക, അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങാൻ. ആനാമാമ്പതൻ ശീതളാംഗത്തിൽ സാനന്ദം എന്നുറങ്ങും ഞാൻ എന്നാണ് കവിതയുടെ പേര്. എന്നാണ് എനിക്കത് സാധിക്കുക, എന്നാണ് എനിക്ക് സാധിക്കുക, എന്നാണ് എനിക്കത് സാധിക്കുക എന്ന് ഭാവന ചെയ്ത് അദ്ദേഹത്തിൻ്റെ തൂലിക അമ്മയുടെ അടുത്തെത്തി. അമ്മയുടെ മടിയിൽ അദ്ദേഹം ഇങ്ങനെ കിടന്നുകൊണ്ട്, ഓട്ടൂർ മോന് എന്താ വേണ്ടേച്ചാൽ കൊടുക്കൂ. അദ്ദേഹം പറഞ്ഞത്ര ഒരു പേനയും കടലാസും വേണമെന്ന്. അവസാനത്തെ വരികൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു കവിത എഴുതി. കവിതയില്ല, കവിത എഴുതാൻ പറ്റിയില്ല, അപ്പോഴേക്കും മരിക്കുകയായി. ചായ് കടത്തിയിട്ടുറക്കണേ വേഗം. ചായ് കടത്തുക എന്നുള്ളത് ഒറ്റപ്പാലത്ത് മായന്നൂരാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം, ഓട്ടൂർ നമ്പൂതിരിപ്പാടിൻ്റെ തറവാട്. അവിടുത്തെ ഭാഷയാണ് ചായ് കടത്തുക എന്ന് വെച്ചാൽ വാവോ ഉറക്കുക എന്നർത്ഥം. അമ്മോടല്ലാണ്ട് ആരോടാ കുട്ടികൾ പറയുക, എന്നെ വേഗം വാവോ ഉറക്കണേ, എന്നെ വേഗം ചായ് കടത്തണേ, ചായ് കടത്തിയിട്ടുറക്കണേ വേഗം എന്ന് അമ്മയ്ക്ക് 4 വരി വേണ്ടതാ കവിത. അത് എഴുതാൻ പറ്റിയില്ല. അപ്പോഴേക്കും കൈ കുഴഞ്ഞു, അദ്ദേഹം മരിച്ചു. അമ്മയുടെ നാമാമ്പതൻ ശീതളാംഗത്തിൽ സാനന്ദം ഉറങ്ങി. എത്ര കാലം മുൻപ് പ്രതീക്ഷിച്ചതാ അദ്ദേഹത്തിന് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങാനുള്ള മോഹം സാധിച്ചത്. ഇതൊക്കെ സത്യമാണ് എന്ന് നമുക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ മനസ്സിലാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നല്ല ശക്തിയുണ്ട്. ഓട്ടൂരിനെ അവതരിപ്പിച്ചത് അങ്ങനെയാണ്. അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയ ആ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് അവർ വൈശ്രവണൻ എന്ന മഹാനുഭാവനും അമ്മയുടെ അടുത്തേക്ക് വന്ന് താമസിച്ചിരുന്നു വളരെ കാലം.